നമസ്കാരം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ ക്ലോസിംഗ് കിട്ടിയ ദിവസമായിരുന്നു. ഒരു 3 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം നിഫ്റ്റി ഏതാണ്ട് 319 പോയിന്റ് ഓളം പ്ലസ്സായി 25,112 ലെവലിൽ ക്ലോസ് ചെയ്തു. 1.29%. അതുപോലെ സെൻസെക്സ് 81,361 പോയിന്റിൽ 1046 പോയിന്റോളം പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഒരവസരത്തിൽ 82,500 അടുത്ത് വരെ സെൻസെക്സ് പോയിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്ലോസിംഗ് ആണ് ഇന്ന് കിട്ടിയത്. BSE മിഡ് ക്യാപ്പ് 1.2%, സ്മോൾ ക്യാപ്പ് 0.5% പ്ലസ് ആയിരുന്നു. അതുപോലെ എല്ലാ സെക്ടറിലും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിൽ ഏതാണ്ട് 44ഓളം സ്റ്റോക്കുകൾ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. സെൻസെക്സിൽ 27ഓളം സ്റ്റോക്കുകൾ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തു. ഒരു പ്രധാനപ്പെട്ട കാരണം ഷോർട്ട് കവറിങ് സംഭവിച്ചാണ്. നമുക്ക് നോക്കിയറിയാം, നിഫ്റ്റി ജൂണിലെ ഫ്യൂച്ചർ ഡിസ്കൗണ്ടിലാണ് ക്ലോസ് ചെയ്തത്. 25,096 ക്ലോസ് ചെയ്തേക്കുന്നത്. സ്പോട്ട് 25,112 ക്ലോസ് ചെയ്തത്. അപ്പോൾ ഷോർട്ട് കവറിങ് ഒരു കാരണമായിട്ടുണ്ട്. മറ്റൊന്ന്, ഇസ്രയേലിന്റെ കൂടെ ആക്രമണത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഒരു 2 ആഴ്ചത്തേക്ക് തീരുമാനം നീട്ടിവെച്ചത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. അതുകൂടാതെ തന്നെ സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. US പ്രതിനിധി ഇറാന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ ഇറാന്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായി. ഈ ചർച്ച നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് താഴേക്ക് വന്നു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് താഴേക്ക് വരുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായിട്ടും പിവറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ കൂടുതലായിട്ട് ബൈ ചെയ്തത് മാർക്കറ്റ് കയറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന്, ഈ സെൻസെക്സിൽ ഒരു റീബാലൻസിങ് നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പർച്ചേസ് നടന്നത് ഒരുപക്ഷെ മാർക്കറ്റിനെ കയറാൻ സഹായിച്ചിട്ടുണ്ടാവാം. മറ്റൊരു കാരണം, ഈ ലോൺ കൊടുക്കുന്നത്, പുതിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നതിനുള്ള നോംസ് RBI ലഘൂകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇന്ത്യയുടെ ലോൺ ഗ്രോത്ത് ഒക്കെ 3 വർഷത്തെ ലോയിലാന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു. ഒരുപക്ഷെ ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി രാവിലെ ചൈന സ്റ്റിമുലസ് പാക്കേജുകൾ തുടരുന്നതെന്നും അവരുടെ റേറ്റ് അൺചേഞ്ച് ആയിട്ട് നിർത്തിയതൊക്കെ ഏഷ്യൻ മാർക്കറ്റുകൾക്ക് ഒരു പോസിറ്റീവായിരുന്നു. അതേ തുടർന്ന് യൂറോപ്യൻ മാർക്കറ്റുകളും ഒക്കെ പോസിറ്റീവായിട്ടാണ്. എന്നാൽ US ഫ്യൂച്ചേഴ്സ് ഇപ്പോഴും നെഗറ്റീവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഈ സമാധാന ശ്രമങ്ങളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ പോലും ഏതാണ്ട് 60ഓളം ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ വീണ്ടും ടെഹ്റാനിൽ ആക്രമണം നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അവിടുത്തെ ഒരു ന്യൂക്ലിയർ വെപ്പണൊക്കെ വെച്ചിരിക്കുന്ന സെന്റർ ആക്രമിച്ച് തകർത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് യുദ്ധം നടക്കുകയാണ്, സമാധാന ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നല്ല ദിവസമായിരുന്നു. ഈ വീക്കിലി നല്ലൊരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.